ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് അഹമ്മദ് അൽ മഗ്രിബിയുടെ ബിൻ ഷെയ്ഖ് എന്ന ഈ ഒരു പെർഫ്യൂമാണ്. കുറച്ചധികം ആൾക്കാർ എന്നോട് ചോദിച്ചിരുന്നു ഈ ഒരു പെർഫ്യൂമിനെ കുറിച്ച് ഉപയോഗിച്ചിട്ടുണ്ടോ, പെർഫോമൻസ് ഉണ്ടോ, ലോങ്ജിവിറ്റി ആണോ എന്നൊക്കെ ചോദിച്ച് കുറച്ചധികം ആൾക്കാർ എന്നെ കോൺടാക്ട് ചെയ്തിരുന്നു. അപ്പോൾ അത് കുറച്ച് നാൾ ഉപയോഗിച്ചു. അപ്പോൾ അതിൻ്റെ വിശദീകരണങ്ങളാണ് എനിക്കിന്ന് പറയാനുള്ളത്. ആദ്യം തന്നെ നമുക്ക് അൺബോക്സ് ചെയ്യാം. ഓൾറെഡി അൺബോക്സ് ചെയ്തതാണ്, ഉപയോഗിക്കുന്നതാണ്. എങ്കിലും ബോക്സും കാര്യങ്ങളൊക്കെ കാണിക്കാം. വലിയൊരു ബോക്സാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ബിൻ ഷെയ്ഖ് എന്ന് കൊടുത്തിട്ടുണ്ട്. താഴെ പ്രത്യേകിച്ചൊന്നുമില്ല. പിറകിൽ ബാച്ച് കോഡും കാര്യങ്ങളും. ബാച്ച് നമ്പർ 231221 ലോകിൽ അഹമ്മദ് എന്നുള്ള പേര് ആലേഖനം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചൊന്നുമില്ല. അവിടെ ലോഗോ മതിയായി. ബോക്സിനുള്ളിൽ വേറൊരു ബോക്സ്. ഇതൊരു ലെതർ ഫിനിഷിങ്ങോട് കൂടിയ ഒരു ബോക്സാണ് കൊടുത്തിട്ടുള്ളത്. പാക്കേജിംഗ് ഒക്കെ വളരെ ഗംഭീരമായിട്ടുള്ള ഒരു പാക്കേജ്, ഒരു ജ്വല്ലറി ബോക്സ് പോലുള്ള ഒരു പാക്കേജ്. ഇതാണ് ബോട്ടിൽ. ഒരു 10-20 ml ഉപയോഗിച്ചിട്ടുണ്ട്. 90 ml ആണ്. ബോട്ടിലുണ്ടല്ലോ, അത്യാവശ്യം നല്ലൊരു ബോട്ടിൽ ഡിസൈനാണ്. കട്ടിയുള്ള കണ്ണാടി ഗ്ലാസ്സാണ് കൊടുത്തിട്ടുള്ളത്. ജ്യൂസിൻ്റെ കളർ ഒരു ലൈറ്റ് യെല്ലോ ബ്രൗൺ കളർ ജ്യൂസാണ്. ക്യാപ്പ് മെറ്റൽ ക്യാപ്പാണ് കൊടുത്തിട്ടുള്ളത്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് കുറച്ച് നമ്മൾ റിവ്യൂ ചെയ്തിട്ടുള്ള ഒരു 3-4 പെർഫ്യൂംസിൻ്റെ ഒരു മിശ്രിതമാണെന്നാണ് എനിക്ക് മനസ്സിലായത്. ഇതിൻ്റെ ഓപ്പണിങ് വല്ലാത്തൊരു, എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഓപ്പണിങ് ഒരു ദുർഗന്ധം പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം എൻ്റെ ഓപ്പണിങ്ങിൽ ഉള്ള ഒരു ഊതിൻ്റെ നോട്ട്, ഒരു സ്കാങ്കി, ഒരു സ്മെല്ലുള്ള, ഒരു അഴുകിയ ദുർഗന്ധം വമിക്കുന്ന പോലുള്ള ഒരു ഓപ്പണിങ്. യഥാർത്ഥ ഊതിൻ്റെ മണം അങ്ങനെയാണ്. അപ്പോൾ അത് ആ ഒരു ഊതിൻ്റെ ആ ഒരു നോട്ട് ഓപ്പണിങ്ങിലുള്ള ഒരു അഴുകിയ അല്ലെങ്കിൽ ഒരു ചീഞ്ഞ മണമുള്ള ഒരു ഊതിൻ്റെ മണം ഓപ്പണിങ്ങുണ്ട്. അതെല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. പലർക്കും ഇത് ട്രൈ ചെയ്തിട്ടുള്ള പലരും പറയുന്ന ആ ഓപ്പണിങ്ങിൽ ആ ഒരു സ്മെല്ല് സ്വല്പം അസഹനീയമാണെന്നാണ് പലരും പറഞ്ഞിട്ടുള്ളത്. അതെന്താണെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായി. അതെ. അപ്പോൾ ഇതിൽ പിന്നീട് വരുന്നൊരു മണമെന്ന് പറഞ്ഞാൽ കൂടുതൽ നോട്ടും കാര്യങ്ങളും പറയുന്നില്ല. കാരണം ഓൾറെഡി റിവ്യൂ ചെയ്തിട്ടുള്ള പല പെർഫ്യൂമുമായിട്ടൊക്കെ വളരെയേറെ സാമ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് നോട്ട് വിശദീകരണങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ഇനീഷ്യയുടെ ഊദ് ഫോർ ഗ്രേറ്റ്നസ് ആ ഒരു പെർഫ്യൂം, അതുപോലെ തന്നെ അറ്റോമിക് റോസ്, ഇനീഷ്യയുടെ തന്നെ അറ്റോമിക് റോസ്, പിന്നെ എവിടെയൊക്കെ ഒരു ബക്രാത്ത് 540 എക്സ്ട്രീറ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ നോർമൽ EDP, ഇതിൻ്റെയൊക്കെ ഒരു മിശ്രിതമാണ് ഈ ഒരു പെർഫ്യൂം. ഓപ്പണിങ്ങിൽ ആ ബക്രാത്തിൻ്റെ ആ ഒരു മണം ഇതിലുണ്ട്. പിന്നെ കുറേ സ്മോക്കി, ഇൻസെൻസ്, ഊതിൻ്റെ പലവിധ നോട്ടുകൾ, അതോടൊപ്പം തന്നെ ആംബർ, കുറച്ച് സ്പൈസി, പൗഡറി സ്പൈസി, സ്വല്പം ഷുഗറി നോട്ട്സൊക്കെ ചേർത്തിട്ടുള്ള ഒരു പെർഫ്യൂം. ഒരു ടിപ്പിക്കൽ അറബിക് പെർഫ്യൂം എങ്ങനെയാണോ അത് തന്നെയാണ്. ഒരു യുണീക്കായിട്ടൊന്നും പറയാനില്ല. ഒരുപാട് തവണ സ്മെല്ല് ചെയ്തിട്ടുള്ള പെർഫ്യൂം തന്നെ. നിങ്ങൾ പെർഫ്യൂം ബൂത്ത് അല്ലെങ്കിൽ പെർഫ്യൂം വാങ്ങാനായിട്ട് ഷോപ്പിൽ പോകുമ്പോൾ, അല്ലെങ്കിൽ പെർഫ്യൂംസ് മേക്ക് ചെയ്ത് തരുന്ന ഷോപ്പിൽ ചെന്നിട്ട് അവിടെ നിങ്ങൾ കാണുന്ന ഒരു അറബിക് പെർഫ്യൂം ട്രൈ ചെയ്താൽ എന്തായിരിക്കും മണം, അത് തന്നെയാണ് ഇതിൻ്റെ മണം. പ്രത്യേകിച്ച് ഒരു യൂണീക്നെസ് ആയിട്ടൊന്നും തോന്നുന്നില്ല. എവിടെയൊക്കെയോ സ്മെല്ല് ചെയ്തിട്ടുള്ള മണം. പലപ്പോഴും നമ്മുടെ അടുത്തൂടെ പോകുന്ന ആൾക്കാരൊക്കെ പാർക്കിൽ പോകുമ്പോൾ ഈ ഒരു മണം നിങ്ങൾക്ക് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവാം, നിങ്ങൾ സ്മെല്ല് ചെയ്തിട്ടുണ്ടാവാം. അത്തരത്തിലുള്ളൊരു മണം തന്നെയാണ് ഇതിലുള്ളത്. പക്ഷേ ഓക്കെ, ഇതൊരു കറക്റ്റ് ഒരു അറബിക് ടൈപ്പ് പെർഫ്യൂം തന്നെയാണ്. ഗൾഫിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാർ, പ്രത്യേകിച്ച് അറബി ടൈപ്പ് പെർഫ്യൂംസ് ഉപയോഗിക്കുന്ന ആൾക്കാർ വരുമ്പോൾ ഒരു അറബിക് മണം, അതിൻ്റെ ഒരു മണമാണ് ഇതിലുള്ളത്. ഒരുപാട് തവണ ഞാൻ സ്മെല്ല് ചെയ്ത് മറന്നിട്ടുള്ള, പഴക്കവും ചെന്നിട്ടുള്ളൊരു മണമായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. ഇതിന് വലിയ രീതിയിലുള്ള നോട്ട് ട്രാൻസ്ഫോർമേഷൻ ഒന്നും സംഭവിക്കുന്നില്ല. ഓപ്പണിങ്ങിൽ കിട്ടുന്ന മണം എന്താണോ അതൊരു പരിധിവരെ അത് തന്നെയാണ് നിലനിർത്തുന്നത്. പ്രത്യേകിച്ച് വലിയ രീതിയിലുള്ള രൂപാന്തരീകരണങ്ങളൊന്നും ഉണ്ടാവുന്നില്ല. നിങ്ങൾ ഫ്രാഗ്രൻറ്റിക്ക് നോട്ട് വായിക്കുമ്പോൾ കുറേ നോട്ട് കൊടുത്തിട്ടുണ്ട്, പക്ഷെ അതൊന്നും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. കിട്ടുന്ന നോട്ട് ഈ പറഞ്ഞ നോട്ട് തന്നെ ആയിരിക്കും. ഇത് ഞാൻ ഒരുപാട് ആൾക്കാരോട് ചോദിച്ചപ്പോൾ അവരും പറഞ്ഞത് ഇത് തന്നെയാണ്. ഓപ്പണിങ്ങിൽ കിട്ടുന്ന മണം എന്താണോ അതിൻ്റെ കുറച്ചും കൂടി ഒരു തണുത്ത തലത്തിലുള്ള മണമായിരിക്കും ഡ്രൈ ഡോണിലും മുന്നിലോട്ടിലും വരുന്നത്. വലിയ രീതിയിലുള്ള മാറ്റങ്ങളൊന്നും ഉണ്ടാവുന്നില്ല. ഊദ് ഫോർ ഗ്രേറ്റ്നസ്, അതിൻ്റെ ഊദ് ഫോർ ലതാഫിൻ്റെ ക്ലോൺ എടുക്കുന്ന ഊദ് ഫോർ ഗ്ലോറി, ആ ഒരു പെർഫ്യൂം ഉള്ളവർ ഇത് വാങ്ങരുത്. ഏകദേശം ഒരു 10-80-90% സെയിം മണമാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ എല്ലാം ശരി. ഇതിൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്നവരോട് പറയാനുള്ളത്, ഭയങ്കര പെർഫോമൻസ് ഒക്കെ ഭയങ്കരമാണ്. അത്യാവശ്യം നല്ല ലോങ്ജിവിറ്റി ഉണ്ട്, പ്രൊജക്ഷനുണ്ട്, ആൾക്കാർ ശ്രദ്ധിക്കും. അതുപോലെ തന്നെ ഇതൊരു വിൻ്റർ സീസണിൽ ഉപയോഗിക്കുന്നതാണ് നല്ലത്. വിൻ്റർ സീസൺ എന്ന് പറയുമ്പോൾ
മഴയുള്ള സമയത്ത് ഉപയോഗിക്കുക, അതുപോലെ തന്നെ രാത്രി കാലങ്ങളിൽ ഉപയോഗിക്കുക, സ്പെഷ്യൽ ഒക്കേഷനിൽ ഉപയോഗിക്കുക. ഡെയിലി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു DNA അല്ല ഇതിൻ്റേത്. ഡെയിലി ഉപയോഗിക്കാനും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ നട്ടുച്ച സമയത്തൊന്നും അടിച്ചേക്കരുത്. ഇതൊരു ഭയങ്കരമായിട്ട് തലവേദന വരുന്നൊരു മണമായിട്ട് മാറും. നട്ടുച്ച ഈ മണം ഇരുന്ന് പഴുകാൻ തുടങ്ങും. അപ്പോൾ അത് ഉച്ചയ്ക്ക് അടിക്കാൻ പാടില്ല. രാവിലെ തണുപ്പുള്ള സമയമാണെന്നുണ്ടെങ്കിൽ മഴ പെയ്തിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്ന ഒരു കാലാവസ്ഥയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് അടിക്കുക. അതുപോലെ തന്നെ വൈകുന്നേരവും രാത്രിയൊക്കെ ഉപയോഗിക്കുക. ഇതല്ലാതെയുള്ള ഒരു കാലാവസ്ഥയിലും ചൂട്, വെയിൽ, അങ്ങനെയുള്ള ഹൈ ഹ്യൂമിഡിറ്റി ഉള്ള സീസണിലൊന്നും ഉപയോഗിക്കാൻ പാടില്ല. ചില ആൾക്കാരുണ്ടാകുമല്ലോ, എനിക്ക് അടുത്തിരിക്കുന്നവർക്ക് ഒഫൻസീവ് ആകുമോ, അതൊന്നും വിഷയമല്ല. അടിച്ച കോംപ്ലിമെൻറ്റ് കിട്ടണം, അല്ലെങ്കിൽ ആൾക്കാർ ശ്രദ്ധിക്കണം. കോംപ്ലിമെൻറ്റിനേക്കാൾ ഉപരി ആൾക്കാർ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മളിത് സ്പ്രേ അടിച്ചിട്ടുണ്ടെന്ന് ആൾക്കാർ അറിയണം. ആൾക്കാർ നമ്മളത് നോക്കണം. ലോങ്ജിവിറ്റി വേണം, പ്രൊജക്ഷൻ വേണം. അങ്ങനെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റുന്നൊരു പെർഫ്യൂമാണ്. കാരണം വളരെ സ്ട്രോങ് ആയിട്ടുള്ള പ്രൊജക്ഷനും ലോങ്ജിവിറ്റിയും പെർഫോമൻസും ഇതിലുണ്ട്. എന്നെ സംബന്ധിച്ച് ഞാൻ ഒരു അറബിക് പെർഫ്യൂമിൻ്റെ അധികം ഫാനല്ല. ഞാൻ ഈ സ്പൈസി അല്ലെങ്കിൽ സ്വീറ്റ് പെർഫ്യൂംസ് ഒക്കെ ഉപയോഗിക്കുമെങ്കിലും പക്ഷേ കറങ്ങി തിരിഞ്ഞൊരു ഘട്ടമെത്തുമ്പോൾ വീണ്ടും ഫ്രഷ് പെർഫ്യൂംസിനോടുള്ള ഒരു താല്പര്യം, അതിലടങ്ങാത്ത ഒരു അഭിനിവേശം പോലെ കിടക്കുന്നത്. അപ്പോൾ അതാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള DNA. ഫ്രഷ് പെർഫ്യൂംസോടാണ് എനിക്ക് എപ്പോഴും താല്പര്യം. കാരണം കറങ്ങി തിരിഞ്ഞ് അതിൽ തന്നെ ഞാൻ എത്തും. ഒട്ടുമിക്ക ആൾക്കാർക്കും അതുപോലെ തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു ഫ്രഷ് പെർഫ്യൂമിന് കിട്ടുന്ന ആ ഒരു എന്താ പറയുക, ആ ഒരു എനർജി, അല്ലെങ്കിൽ അപ്പോൾ അടിക്കുമ്പോൾ കിട്ടുന്ന ഒരു മൂഡ്, അത് വേറെ ലെവൽ തന്നെയാണ്. തിരിച്ചും അഭിപ്രായമുള്ളവരുണ്ട്, അത് ഞാൻ ഇല്ലാതെ പറയുന്നില്ല. പക്ഷേ പേഴ്സണലി ഞാൻ പറയുകയാണ്, എനിക്ക് എപ്പോഴും ഈ ഫ്രഷ് പെർഫ്യൂംസിനോടാണ് താല്പര്യം. അപ്പോൾ അറബിക് പെർഫ്യൂംസിൽ പ്രത്യേക ഒരു ഫാൻ ബേസ് ഉണ്ട്. അവർക്ക് ധൈര്യമായിട്ട് വാങ്ങാൻ പറ്റുന്നതാണ്. അവർക്കറിയായിരിക്കും ഏകദേശം മനവും കാര്യങ്ങളും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ധൈര്യമായിട്ട് വാങ്ങാം. അല്ലാതെ ഫ്രഷ് പെർഫ്യൂംസ് ഉപയോഗിക്കുന്ന ആളാണ്, അടുത്തിരിക്കുന്നവർക്ക് അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകാൻ പാടില്ല. മൈൽഡ് ആയിരിക്കണം, തലവേദന വരാൻ പാടില്ല. പ്രത്യേകിച്ച് ആ ഒരു വാക്ക്, തലവേദന വരാൻ പാടില്ല. പിന്നെ ചിലർ പറയാറുണ്ടല്ലോ, ഞാൻ പെർഫ്യൂം ഉപയോഗിക്കില്ല കാരണം ഞാൻ അടിക്കുന്ന സമയത്തൊക്കെ എനിക്ക് തലവേദന വരും, ചിലർക്ക് ഓക്കാരം വരും, ചിലർക്ക് ആ ഒരു ദിവസം മുഴുവൻ പോയി കിട്ടും. അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ ഇതിൻ്റെ പരിസരത്ത് പോലും പോകരുത്. വളരെ സ്ട്രോങ് ആണ്. ഒരു വൈൽഡ് അനിമലിക് സ്കാൻകി ടൈപ്പ് നോട്ടൊക്കെ ഉണ്ട്. അപ്പം അത്തരം ആൾക്കാർ ഈ ഒരു പെർഫ്യൂം ഉപയോഗിക്കാൻ പാടില്ല. ഫ്രഷ് പെർഫ്യൂംസ് ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അത് തന്നെ ഉപയോഗിക്കുക. ഇങ്ങനെയുള്ള അറബിക് പെർഫ്യൂംസിലേക്ക് നിങ്ങൾ ട്രൈ ചെയ്യാതെ തലവെക്കരുത്. ഓക്കെ. അപ്പോൾ ലോങ്ജിവിറ്റി, ഇൻസിൻ, പ്രൊജക്ഷൻ ഭയങ്കരമായിട്ടുണ്ട്. ആൾക്കാർ ശ്രദ്ധിക്കുക എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ആദ്യത്തെ ഒരു 10-20 മിനിറ്റ് അസഹനീയം. എന്നെ സംബന്ധിച്ച് എനിക്കത് ഒട്ടും താങ്ങാൻ പറ്റുന്നില്ല. അടിച്ച സമയം ഇപ്പം തന്നെ എനിക്ക് തലവേദന വരാൻ തുടങ്ങി. ഒരു ഭാഗത്ത് മൈഗ്രൈൻ്റെ ഒരവസ്ഥ പോലെ, ഇടത്തെ ഭാഗത്ത് ഒരു കുത്തുന്ന വേദന പോലെ വരാൻ തുടങ്ങി. അപ്പം ഇതൊരു വാരി വലിച്ചടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് അടിച്ചിട്ട് എത്ര സ്പ്രേ ചെയ്യുമ്പോഴാണോ ലോങ്ജിവിറ്റിയും പ്രൊജക്ഷനും കിട്ടുന്നത്, അത് ഓരോരുത്തർക്കും പല തരത്തിലായിരിക്കും. ചിലർക്ക് 2 സ്പ്രേ കൊണ്ട് അവരുദ്ദേശിക്കുന്ന പെർഫോമൻസ് കിട്ടും. ചിലർക്ക് 15 സ്പ്രേ അടിച്ചാൽ മാത്രമായിരിക്കും അവരുദ്ദേശിക്കുന്ന ലോങ്ജിവിറ്റിയും പ്രൊജക്ഷനും കിട്ടാറുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ പേഴ്സണലി നിങ്ങൾ ട്രൈ ചെയ്തിട്ട് അത് മനസ്സിലാക്കുക. ഓക്കെ. അപ്പോൾ ഇത് എനിക്ക് തോന്നിയത് ആളുകൾ തന്നെ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ലേഡീസ് ഒരിക്കലും ട്രൈ ചെയ്യാൻ, കാരണം വളരെ ഒരു മസ്കുലിൻ ആയിട്ടുള്ള സ്മെൽ ആണ്. ഇത് ആർക്കൊക്കെ പറ്റുമെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞതുപോലെ അറബിക് പെർഫ്യൂംസ് ഉപയോഗിക്കുന്നവർ, ആംബർ, അനിമലിക്, ഇത്തരം ഒരു വൈൽഡ് ആയിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള നോട്ട്സ്, അത്തരം മണങ്ങളോട് താല്പര്യമുള്ളവർക്ക് ഈ ഒരു പെർഫ്യൂം വാങ്ങാം. ഇപ്പം വാങ്ങുന്നവർ എപ്പോഴാണെങ്കിലും ഈ ഒരു പെർഫ്യൂം ട്രൈ ചെയ്തിട്ട് വേണം വാങ്ങാൻ. ഇതിൻ്റെ വില വരുന്നത് ഏകദേശം 4,500 അടുപ്പിച്ചാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. 90 ml. അപ്പം നിങ്ങൾ ഉപയോഗിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ അഭിപ്രായം നോട്ടി പറയുക. താങ്ക് യു സോ മച്ച്.